ഐഫോൺ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഈ ഐഫോൺ 17ൻ്റെ വരവെല്ലാം കാത്തിരിക്കുന്നത്. ഐഫോണിനെ സാംസങ് എല്ലാം തന്നെ ട്രോൾ ചെയ്തതെല്ലാം നമ്മൾ കണ്ടു കാണും. അതിനാൽ തന്നെ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഐഫോൺ 17ൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും. അപ്പോൾ ഒരുപാട് റൂമേഴ്സ് എല്ലാം നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഐഫോൺ 17ൽ പുതുതായി വരുന്ന ഒരുപാട് ഫീച്ചേഴ്സിനെ കുറിച്ചെല്ലാം. ഇതിൽ ഫോൾഡബിൾ മൊബൈൽസ്, അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് സൈഡിലായി ഒരു സ്ക്രീൻ എല്ലാം കൊടുത്തുകൊണ്ടുള്ള മൊബൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റൂമേഴ്സായെല്ലാം വരുന്നുണ്ട്. എന്തായാലും ഫോൾഡബിൾ മൊബൈൽ 2025 നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അടുത്തു തന്നെ നമുക്ക് ഇത്തരത്തിൽ ഫോൾഡബിൾ മൊബൈൽസ് എല്ലാം ഐഫോണിൽ നിന്ന് ലഭിക്കുമായിരിക്കും. എന്നാൽ 2025 നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് ഐഫോണിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു റൂമർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഫോണിൻ്റെ ബാക്ക് സൈഡിലും ഒരു സ്ക്രീൻ എല്ലാം നൽകുന്നു എന്നതാണ്. ഇത്തരത്തിൽ ഈ ഒരു സ്ക്രീൻ എല്ലാം യൂസ് ചെയ്ത് നമുക്ക് വരുന്ന കോളുകളുടെ നോട്ടിഫിക്കേഷൻ, അതുപോലെ കോളെല്ലാം അറ്റൻഡ് ചെയ്യാനെല്ലാം വളരെ ഈസിയായി സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ ഏത് സൈഡിൽ, അതായത് കമിഴ്ത്തി വച്ചാലും നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കുമെന്നത് ഒരു അഡ്വാൻറ്റേജായി തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് പേർ ഒരുപക്ഷെ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ എനിക്ക് ഒരു സജഷൻ, അല്ലെങ്കിൽ അതിൽ ഈ ഒരു ഫീച്ചർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഐഫോണിൻ്റെ ബാക്ക് സൈഡിലായി ഇപ്പോൾ സ്ക്രീൻ എല്ലാം ഇവിടെ വരികയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ബാക്ക് ക്യാമറ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ സ്ക്രീനിൽ നമ്മുടെ ഫേസ് എല്ലാം കാണുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറ യൂസ് ചെയ്തെല്ലാം വ്ളോഗിങ് എല്ലാം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ എല്ലാം ചെയ്യുന്നതിനെല്ലാം ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റിയോട് കൂടി ക്രിയേറ്റേഴ്സിനെല്ലാം തന്നെ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇനി നമുക്ക് ഇത്തരത്തിൽ ബാക്ക് സൈഡിൽ സ്ക്രീൻ എല്ലാം വരികയാണെങ്കിൽ ഇതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാം ആയിരിക്കുമെന്ന് നോക്കാം. ഒന്നാമതായി നമ്മൾ നല്ല രീതിയിൽ, അതായത് റഫായി യൂസ് ചെയ്യുന്നവരെല്ലാം വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം ഫ്രണ്ട് സൈഡ് അതുപോലെ ബാക്ക് സൈഡിലെല്ലാം സ്ക്രീൻ എല്ലാം എന്തെങ്കിലും ഡാമേജ് എല്ലാം വരികയാണെങ്കിൽ ഇതിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ പൈസയെല്ലാം ചിലവാക്കേണ്ടി വരും. അതായത് ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എക്സ്പെൻസ് എല്ലാം വരാം. അതുപോലെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഐഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്ക്രീൻ എല്ലാം വരികയാണെങ്കിൽ ഐഫോണിൽ നിലവിലുള്ള പ്രൈസിനേക്കാൾ പ്രൈസ് എല്ലാം കൂടാൻ ഇത് കാരണമായേക്കാം. ഇനി നിങ്ങൾ ഐഫോൺ എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഐഫോൺ 17ൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്